ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇവിടെ ഞാനും വലിയ കുഴപ്പമില്ലാണ്ട് പോണു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ അടുക്കളയിൽ കയറിയത് നമ്മുടെ പാച്ചുക്കുട്ടന് ബിരിയാണി ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കണത്. കുറച്ച് ചിക്കൻ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് പീസുകളൊക്കെ പറിച്ചെടുത്തിട്ട് ഈ കുക്കറിലിട്ട് ഒരു അടിയടിച്ച് എടുത്താൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടോ. അതിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ദേ സബോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ചിക്കനിൽ ഓൾറെഡി എരിവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സാധനങ്ങൾ അല്ല മീൻസ് മുളക് പൊടിയൊന്നും ഇട്ട് അങ്ങ് ഇതാക്കണ്ടെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ബിരിയാണി ഓൾറെഡി റെഡിയാണ്. അതേ ഉച്ചയ്ക്കത്തെ മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട്, മോരടിച്ച് വെച്ചിട്ടുണ്ട്, മുതിരയുണ്ട് കേട്ടോ. ഒരു ലഘുഭക്ഷണം. അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞ പോലെ ഡൗൺ ചാർട്ടിനില്ല, ഡിമ്പിളില്ല, എനിക്കും വലിയ കാര്യമായിട്ട് ഭക്ഷണമൊന്നും വേണ്ട. അപ്പം അവർക്കിഷ്ടമുള്ള രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചു ഞാൻ. നല്ല വെയിലായിരുന്നു കേട്ടോ ഇന്നലത്തെ ദിവസം. നല്ല വെയിലെന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു വെയിൽ വന്നു. നമ്മുടെ മെയിലൊക്കെ ഉണ്ടായിരുന്ന സൗകര്യത്തിൽ പിന്നെ പോയതിനേക്കാളും സ്പീഡിൽ തോമു വരുന്നതുകൊണ്ട് തന്നെ അതേ ഡാഡി പോയി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഡോൺ ചാർട്ടിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡാഡിക്ക് ഇനിയും ട്രിപ്പിൾ ഡ്യൂട്ടി ആയിരിക്കും, കൊണ്ടുവരുന്നതും പോക്കും. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു വിഷമം വരുന്ന. വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് പോയി കൊണ്ടുവരായിരുന്നു, ഡാഡീനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നല്ലോ എന്നൊരു തോന്നൽ കേട്ടോ. അങ്ങനെ ദേ തോമു വന്നപ്പം സ്നാക്സ് ബോക്സ് തുറക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. മൂപ്പർക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ കൊടുത്തു വിട്ട് അത് കാലിയാക്കിയിട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും വരിക കേട്ടോ. അതെങ്ങനെയെങ്കിലും ആ ബാഗിൽ നിന്നെടുത്ത് ആ തുണിയൊന്ന് മാറ്റി കാണിക്കുക എന്നുള്ളൊരു സന്തോഷം അവൻ്റെ മുഖത്ത് കാണും. അതിൽ നമുക്ക് മനസ്സിലാക്കാം അവനത് വേറെ ഒന്നും അല്ല. ഇന്നലെ കൊണ്ടുപോയി ഗോതമ്പ് ദോശയാണ് കേട്ടോ. വലിയ ബിൽഡപ്പൊന്നും ഞാൻ കൊടുക്കണില്ല. അവന് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അരിദോശേനേക്കാളും കൂടുതൽ ഇഷ്ടം ഗോതമ്പ് ദോശയാണ്. അപ്പം ഞാനും വിചാരിച്ചു അവൻ്റെ എക്സൈറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ എന്നോട് പറയാം കണ്ണടയ്ക്കാൻ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ണടച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പം കാണുമ്പോൾ ചിരി വരികയാണ്. അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പം എനിക്കും സന്തോഷമായി. നമ്മൾ മക്കൾ കൊണ്ടുപോകുന്ന ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പം നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ദേ തോമുന് ഒരു സർപ്രൈസ് ഞാനും കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി അവൻ പാറ്റി കഴിച്ചിട്ട്. അപ്പം ഇന്നലെ എങ്ങനെയോ യാദൃശ്ചികമായിട്ട് ചോദിച്ചു, അമ്മ എനിക്ക് കുറേ നാളായല്ലോ പാറ്റി തന്നിട്ട്, എന്താ അമ്മ പാറ്റി തരാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മയുടെ കയ്യിൽ വാങ്ങിക്കാൻ പൈസയില്ല കുട്ടാ, നോക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു. ബട്ട് ഇന്ന് ഞാൻ വരുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ അവൻ്റെ സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. കുപ്പിയിൽ ടാങ്ക് കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വല്ലപ്പോഴും കൊടുക്കുന്ന ഒരു ലോട്ടറിയാണ്. അപ്പോൾ അതിലും ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പം ഞാനും ഭയങ്കര ഹാപ്പി, അവനും ഭയങ്കര ഹാപ്പി. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ മക്കൾക്ക് നമുക്ക് ഇപ്പം കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് എന്താ അവർ ചോദിക്കുന്ന എല്ലാം നടത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫുഡൊക്കെ ആകുമ്പം നമുക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ദേ ഞാൻ 12:30 ആയപ്പോൾ വീണ്ടും താഴെ വന്നു. തോമുനെ റൂമിലിരുത്തിയിട്ട് ഞാൻ വന്നു. പിന്നെ ദേ ഇതെന്തിനാണാവോ ഞാൻ വെള്ളം ചാക്കോൻ്റെ ഫ്ലാസ്കിലേക്ക് വെള്ളം നിറയ്ക്കാനും കുപ്പി തിളപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പാച്ചുവിൻ്റെ കുപ്പി തിളപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് ചപ്പാത്തിയും അച്ചാറും മുട്ടയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശപ്പുണ്ടായിരുന്നില്ല. എന്നാലും കഴിച്ചു എന്ന് വരുത്താൻ വേണ്ടി ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ആ മാങ്ങാച്ചാറ് കഴിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ഫ്രിഡ്ജിലെ കുപ്പിയിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീരുന്നതിനനുസരിച്ച് ഒഴിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ കാലിക്കുപ്പികൾ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. ഇപ്പം ഭയങ്കര ഒരു ബിസി ഷെഡ്യൂളിലാണ് ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുക്കിംഗ് ആയിക്കോട്ടെ, പിള്ളേരായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഓണത്തിൻ്റെ തിരക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്ക് മാത്രമല്ല, മമ്മിക്കും ഡാഡിക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആൾക്കാരെ വിലയിരുത്തുമ്പം അതിൻ്റെ രീതിയിൽ വിലയിരുത്തും. ഇപ്പം ഞാൻ ചെയ്യുന്നത് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് ഉദ്ദേശശുദ്ധിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതേ നമ്മുടെ പാച്ചുക്കുട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തിരക്കുകൾ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ദേ പാച്ചുക്കുട്ടൻ ലഞ്ച് ബോക്സ് തുറന്നു നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഫുൾ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ പിന്നെ കയ്യോടെ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാച്ചു പറഞ്ഞു എനിക്ക് ബിരിയാണി മതി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡിവൈനെ. എന്നിട്ട് കുറേ ഉമ്മയൊക്കെ തന്ന് തോളത്ത് ചാരി ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. മീൻസ് എങ്ങനെയെങ്കിലും കഴിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല കരയിപ്പിക്കാൻ പറ്റില്ല. ഡിമ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ പോയി കണ്ട് ചീത്ത വിളിക്കായിരുന്നു. പക്ഷേ ഡിമ്പിൾ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അവനും ഒരു സങ്കടം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വഴക്കൊന്നും പറയാറില്ല. പിന്നെയും ഡാഡിയാണ് ഡോസ് കൊടുക്കാറ്. അങ്ങനെ ദേ ഞാൻ വെള്ളവും കപ്പും ഒക്കെ കൊണ്ടുവന്നു. കാരണം നമ്മുടെ കുപ്പികൾ ദേ ഓൾമോസ്റ്റ് എല്ലാം കാലിയാണ് കേട്ടോ. എനിക്കൊന്നൊരു 4 കുപ്പിയോളം കാലിയായിരുന്നു. അപ്പം ഞാൻ വേഗം നിറയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പലതും പറയാനുണ്ടെങ്കിലും വിഴുങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വരുന്നത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കേട്ടോ.
അങ്ങനെ അതൊക്കെ നിറച്ചു, അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ എന്നാൽ പിന്നെ മോളിൽ പോകാമെന്ന് വിചാരിച്ചു. ദേ തോമു എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. പാച്ചു ഞങ്ങളുടെ ബാത്റൂമിലൊന്ന് സ്ലിപ്പായി, അതിൽ പിന്നെ പേടിയാണ്. അപ്പം നമ്പർ 2 സാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ മമ്മി ബാത്റൂമിൽ കൊണ്ടുപോയേക്കായിരുന്നു. അപ്പോൾ അതിന് ശേഷം എൻ്റെ കൂടെ കയറി വന്നു. ഒരു 4 മണിയായപ്പോൾ ചാക്കോ വന്നു. അപ്പം എന്താ വരാഞ്ഞ്, അപ്പം അല്ലല്ലോ ഡാഡി അല്ലേ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡാഡി പറയും കയറിപ്പെടാന്ന് പറയാണ്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഡാഡി ആകെ ബിസിയായി കേട്ടോ. എന്താ ഈ നമ്മുടെ ഈ ഓണത്തിൻ്റെ തിരക്ക് വേറൊരു സൈഡ്, ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ്. ഈ പിള്ളേരെ കൊണ്ടുവരക്കും ഒക്കെ ആയിട്ട് ഡാഡി ആകെപ്പാട് ടൈറ്റാണ് കേട്ടോ. അങ്ങനെ ദേ മമ്മി പട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പാത്രങ്ങൾ പിള്ളേരുടെ ഇങ്ങനെ ചുറ്റും പാത്രങ്ങൾ കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് ചെടിയൊക്കെ നനച്ചാണ്. കാരണം ചാക്കോ ഇന്ന് പതിവില്ലാണ്ട് വന്നിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ വേഗം എഴുന്നേൽപ്പിച്ചാലേ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് ഉറങ്ങാണ്ട് എൻ്റെ ഉറക്കവും കൂടെ കളയും. അങ്ങനെ ഞാൻ ദേ ഒരു 7:30 ആയപ്പം കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഡാഡിക്കും മമ്മിക്കും കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിയും ചമ്മന്തി അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഗ്ലാസ്സിലെ ചോറ് വേറെ ഒന്നിനല്ല, നാളെ ഇഡ്ഡലിക്ക് ഇടണം. അപ്പോൾ അതിനുള്ള ചോറ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ചോറ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ ദേ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, നല്ല ചമ്മന്തിയായിരുന്നു. കഞ്ഞിയുടെ കൂടെ ഒരു പിടി പിടിച്ചു. അപ്പം പാച്ചുവിനും കഞ്ഞി ഇഷ്ടമാണ്, ചാക്കോനും കഞ്ഞി ഇഷ്ടമാണ്. അവർക്ക് രണ്ടുപേർക്കും കഞ്ഞിയും പപ്പടവും കൊടുത്തു. ഡാഡിയും മമ്മിയും ഇതെല്ലാം കഴിച്ചു, ഞാനും കഴിച്ചു. അങ്ങനെ എന്താ പറയുക, ഒരു 9:15 സത്യം പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞപ്പം. ഇത് അടുത്ത ട്രിപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ, നാളെ രാവിലേക്ക് എടുക്കാനുള്ളത്. അപ്പം നല്ലൊരു ഡിന്നർ കഴിഞ്ഞു കേട്ടോ. കുറേ ദിവസമായി കഞ്ഞി കുടിച്ചിട്ട്. എന്നാൽ പനി വന്നപ്പോഴായിരുന്നു കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട്, കാരണം ഈ സമയത്തൊക്കെ ഡാഡിയും മമ്മിയും ബിസി ആയിരിക്കും കേട്ടോ. ഞാനതാണ് കൂടുതലും അവരെ കാണിക്കാത്ത, കാരണം അവർ ബിസിനസ്സിൽ തന്നെ ഡൈനിങ് ടേബിളിൽ ഫുൾ ഫിക്സഡ് ആണ് അവരുടെ സീറ്റ്. ഇരുന്നിരുന്ന് വേരിറക്കാന്ന് പറയുന്ന പോലെയാണ് അവരുടെ അവസ്ഥ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാണ്ടിരിക്കുക. ഞാൻ മാക്സിമം നെഗറ്റിവിറ്റി അവോയ്ഡ് ചെയ്യാറുണ്ട്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറയേണ്ട അവസ്ഥ വരുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ദേ ഇത് നാളത്തെ മുട്ടക്കറിക്കുള്ള സബോള ഞാൻ അരിഞ്ഞു വെക്കുകയാണ്. അപ്പം എളുപ്പമുണ്ടല്ലോ രാവിലെ വരുമ്പോൾ. ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത്, ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതേ മുട്ടയും പോട്ടെ പപ്പടം പൊരിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ എല്ലാ സാധനങ്ങളും ചൂടാക്കുകയാണ്. മുതിര മാത്രമേ ചൂടാക്കാണ്. ഞാൻ പച്ചമോരൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ശരിക്കും നാളെ ചോറ് മാത്രം വെച്ചാൽ മതി. കറികളൊക്കെ ഓൾറെഡി നമ്മൾ ഇന്നലെ വെച്ചില്ലേ, മറ്റേ വെള്ളരിക്ക കറിയും ചീര ഉപ്പേരിയും, അത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാൻ അത് മതി. അപ്പം ഞാൻ ഓർത്തു അതെടുത്ത് ഇന്ന് അവസാനിപ്പിക്കാം. ഇങ്ങനെ പുതിയത് വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ ദേ കഞ്ഞി ഡിസ്പ്ലേക്ക് വെച്ച്, നമ്മൾ ബുഫേക്ക് വെക്കണ പോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വന്ന് എടുത്ത് കഴിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇത് തോമുക്കുട്ടനുള്ള ഷേക്കാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ഷേക്ക് കൊടുക്കും. അപ്പോൾ അത് ഞാൻ അവന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം ചാക്കോയ്ക്കും പാച്ചുവിനും കഞ്ഞി കൊടുക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ ചാക്കോ നിക്കറൊക്കെ ഊരിയിട്ടിരിക്കുകയാണ്. എനിക്ക് ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. തോമു അത് കുടിച്ചു. എനിക്ക് അവനെ ഈ ഗ്ലാസ് പിടിച്ച് കാണുമ്പോൾ എനിക്ക് പേടിയാണ്, കാരണം അത് പൊട്ടണ ഗ്ലാസ്സാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു കപ്പാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കഞ്ഞിപ്പാത്രം. 9 മണിയായി. അവർ ഡാഡിയും മമ്മിയും അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഡാഡിക്ക് ഈ പറഞ്ഞ പോലെ രാത്രി ഫുട്ബോൾ കളി കാണണം. മമ്മി ആ സമയത്തായിരിക്കും വോയിസ് ഓവർ കൊടുക്കുക, അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ കബോർഡുകളൊക്കെ അടച്ചിട്ട് ഞാൻ റൂമിൽ പോവാണ്. പാച്ചു ആദ്യം എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഫോൺ വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിനും ശരി ഞാൻ ഡാഡിയുടെ കിടന്നോളാം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നു കേട്ടോ. അപ്പോൾ അവർ സെറ്റ് കൂടി കിടക്കും. പാച്ചുവിന് എനിക്ക് തോന്നുന്നു സ്ഥലം മാറി കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മോളിൽ വരുമ്പോൾ ഉണ്ട്. താഴെ അവൻ സ്ഥിരം കിടക്കുന്ന റൂമാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇടിയപ്പമാണ് പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. വന്നപ്പോൾ 6 മണിയായിട്ടോ. കാരണം ചാക്കോ ഒരു 5:30 കഴിയുമ്പം പാല് ചോദിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അത് എടുത്തു കൊടുത്തിട്ട് വന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഇടിയപ്പത്തിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് മറ്റേ ഈ പ്രസ് ചെയ്യുന്നതില്ലേ, ആ ഇടിയപ്പ അച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് ഈ കറക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഒരു സ്പിരിറ്റായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് മുട്ടയാണ് പുഴുങ്ങാൻ, അതായത് മുട്ടക്കറിക്കുള്ള മുട്ടയും പാച്ചുവിന് കൊണ്ടുപോകാനുള്ള മുട്ടയാണ് കേട്ടോ. അങ്ങനെ ഡെയിലി ബ്ലെസ്സിങ്സ് കേൾക്കുകയാണ്. ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് അച്ഛൻ എൻ്റെ മനസ്സ് വായിച്ചിട്ട് പ്രസംഗിക്കുന്നതാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അച്ഛൻ പറയുന്നതൊക്കെ എൻ്റെ ലൈഫുമായിട്ട് ഒരുപാട് ഇപ്പോൾ കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സെറ്റ് ഓഫ് നൂലപ്പം വെച്ചു. ഫസ്റ്റ് സെറ്റ് പിള്ളേർക്കുള്ളതാണ് കേട്ടോ. കാരണം ചൂടാറിയിട്ട് അപ്പം തന്നെ ചുറ്റുപാത്രത്തിൽ വെക്കാനായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില ദിവസങ്ങളിൽ അച്ഛൻ എൻ്റെ മനസ്സ് വായിച്ചെടുത്ത് എനിക്ക് വേണ്ടി പ്രസംഗിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.
അത് മിക്കവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. നമ്മളിപ്പോൾ പറയത്തില്ലേ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ നമ്മുടെ അറിഞ്ഞാണ് റീൽസും കോട്സും ഒക്കെ വരികയെന്ന്. അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്കത് അങ്ങനെയാണ് കേട്ടോ. അതേ പിള്ളേരുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. തോമിന് പഴം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ദേ ഇവർക്ക് നൂലപ്പം വെച്ചിട്ടുണ്ട്, പാച്ചുകുട്ടന് മുട്ടയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ച് തിരിച്ചു വരുമ്പം അത് കാലിയായിട്ട് കാണുമ്പോഴുള്ള സന്തോഷം എല്ലാ അമ്മമാർക്കും മനസ്സിലാവും. ഇന്ന് സത്യം പറഞ്ഞാൽ 7:15 ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചാക്കോന് ചാക്കോനും പോട്ടെ പാച്ചുവിന് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കി വെക്കാം. ഇന്ന് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അവൻ ഇന്നലെ പറഞ്ഞു ബീഫ് ബിരിയാണി മതിയെന്ന്. അപ്പോൾ അതുണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ നാളത്തെ ഇഡ്ഡലിക്കുള്ള ഉഴുന്നും അരിയും ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ കുതിരാനിട്ടാൽ വൈകുന്നേരം കുറച്ച് നേരത്തെ അടിക്കാം, അല്ലെങ്കിൽ നല്ല അടിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ 7:45 എല്ലാം കഴിഞ്ഞത് ഇത് പാച്ചുകൂട്ടിനുള്ള ഷേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഡാഡി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ കൊടുക്കും. ഇന്ന് ഡാഡിനെ പറ്റിച്ചു, പക്ഷേ ഞാൻ വിട്ടില്ല. കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം കൃത്യമായിട്ട് കുടിച്ചിട്ട് പോകുന്ന ആൾ ഒരു ദിവസം കൊടുക്കാണ്ട് പോകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ ഇത് എല്ലാവരും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഡാഡിയാണ് പാച്ചുവിനെ ടേക്ക് കെയർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഡാഡിയാണ് കുളിപ്പിക്കുന്നതും അവന് അല്ലെങ്കിലും അവനെ ഡെയിലി കുളിപ്പിക്കുന്നത് ഡാഡിയും ടിമ്പിളും ചേർന്നിട്ടാണ്. സോ അത് ഡാഡിക്ക് യൂസ്ഡും ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് തോമു പോകുന്നുണ്ട്. തോമുന് ഇറങ്ങാൻ നേരമായപ്പോൾ ഒരു ചാഞ്ചാട്ടം, പക്ഷേ തമാശയ്ക്ക് ചെയ്താന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു ഇന്ന് കരഞ്ഞ് കയറി പൊട്ടിക്കും എന്നൊക്കെ വിചാരിച്ചു. ബട്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. കുട്ടി ഹാപ്പി ആയിട്ട് പോയിട്ട് വന്നു. കുട്ടിക്ക് അപ്പമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട് കേട്ടോ. കുട്ടിക്ക് അപ്പമില്ലാണ്ടൊരു ജീവിതമല്ല. ഞാനില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അപ്പമില്ലാണ്ട് കുട്ടിക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെ ദേ തോമുക്കുട്ടൻ പോയി. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ സ്കൂൾ വാനൊക്കെ പറഞ്ഞില്ലേ, ഫസ്റ്റ് ട്രിപ്പ്, സെക്കൻഡ് ട്രിപ്പ്, അങ്ങനെ ഒരു സൈഡ് നോക്കുമ്പോൾ ഡാഡിയുടെ കാര്യത്തിൽ സങ്കടമാണ് കേട്ടോ. ഇങ്ങനെ ഷട്ടിലടിയാണ്. പാവം തോന്നുന്നു സത്യം പറഞ്ഞാൽ. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഇന്നൊരു 3 ദിവസം ഡാഡി റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഡാഡി ആയാലും ഇരിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഡാഡി ഇങ്ങനെ ഓടി നടക്കും. പിന്നെ ഈ ഓണം സീസൺ ആയതുകൊണ്ട് അതിൻ്റെതായ തിരക്കുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ പ്രാർത്ഥിച്ചിറങ്ങുന്നുണ്ട്. പതിവ് പോലെ പാച്ചു സ്കൂളിൽ പോകണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. ഡാഡിനെ കുറേ മണി അടിച്ച് നോക്കും, ഡാഡിയും മിണ്ടില്ല. അപ്പോൾ ദേ ചെടികളൊക്കെ തളർത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം മമ്മി ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയ പിന്നെ അതൊക്കെ സെറ്റായി. വീണ്ടും ഹരിതാവും പച്ചപ്പും ആയി ആ സൈഡ്. അല്ലെങ്കിൽ ഭയങ്കര ശോചനീയമായ അവസ്ഥയിലായിരുന്നു അതിരുന്നത്. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ ദേ ബെഡ്ഷീറ്റൊക്കെ മടക്കിയിട്ട് റൂം ഒതുക്കിയിട്ടിട്ടുണ്ട്. തോർത്തൊക്കെ എടുത്ത് അതായത് സ്ഥാനത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛന് സത്യം പറഞ്ഞാൽ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അവൻ ചെയ്യാൻ ഒട്ടും റെഡി അല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിട്ടു. ഞാൻ നൂലപ്പം കഴിക്കാൻ പോവാണ് കേട്ടോ. ഒരു 9 മണിയാകുമ്പോഴത്തേനും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വല്ലപ്പോഴും മാത്രമേ ഒരു 10 മണിയാകുമ്പോൾ ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ചോറ് ഊറ്റി. ഞാൻ പറഞ്ഞില്ല ഇന്ന് കറിയുടെ ആവശ്യമേ ഇല്ല, എല്ലാം ഇരിക്കുന്നുണ്ട്. അതെടുത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം ഒരു സൈഡിലേക്ക് ഞാൻ അടുപ്പിച്ച് വെച്ചു കേട്ടോ, എടുക്കാനുള്ള സാധനങ്ങൾ. പിന്നെ ആലോചിച്ചത് പാച്ചുക്കുട്ടൻ്റെ മുട്ടയുടെ ഉണ്ണി ഞാൻ വെച്ചിട്ടില്ല എന്നുള്ളത്. എനിക്കിഷ്ടമില്ല അങ്ങനെ ഉണ്ണി കഴിക്കുന്നത്. അപ്പോൾ ആർക്കാണോ താല്പര്യം അവർക്ക് കഴിക്കാമെന്നുള്ള വിചാരത്തിലിരുന്നു. അങ്ങനെ മീനിൻ്റെ തീറ്റയും കൊടുക്കുക, അതിൻ്റെ വെള്ളവും മാറ്റാമെന്ന് പറഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു സന്തോഷ അസുലഭ നിമിഷം ഞാൻ കണ്ടത്. നമ്മുടെ ഗപ്പിക്കുട്ടികൾ പാറ്റിയിരിക്കുകയാണ്. എനിക്ക് ആ ഒരെണ്ണത്തിൻ്റെ വയറ് കണ്ടപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. ബട്ട് അവർ പാറ്റിയിരിക്കുകയാണ്, എൻ്റെ ആദ്യത്തെ ഗപ്പിക്കുട്ടികൾ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്കിതൊന്നും വലിയ പരിചയമില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. ബട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഈ പിള്ളേർ ചാടിപ്പോയാൽ ഇതൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് വലിയ വശമില്ല പിടിച്ചിടാനും ഒന്നും. അപ്പോൾ വലിയതുങ്ങളെ ഇടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുതുങ്ങളാണ്. അപ്പം ഈ കഴുകി മാറ്റുമ്പോൾ അത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ. ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഡോൺ ചേട്ടൻ്റെ വ്ളോഗായിട്ട് ഞാൻ വരാം കേട്ടോ. എഡിറ്റ് ചെയ്യണം. പക്ഷേ എനിക്കിന്നൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അത് വന്നതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണം.